നമസ്കാരം. വീണ ജോർജ് എപ്പിസോഡിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വീഡിയോയാണിത്. ഈ വീഡിയോ വളരെയേറെ ഗൗരവത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടത്, വളരെ സുതാര്യതയുടെ ഒരു കാലമാണ്. എവിടെ എന്ത് സംഭവിച്ചാലും അതിനൊക്കെ തെളിവുള്ള കാലമാണിത്. CCTV ക്യാമറകൾ മാത്രമല്ല, മൊബൈൽ ക്യാമറകളും അടക്കം എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഇക്കാലത്താണ് CPIM ഈ നുണക്കഥ ഉണ്ടാക്കുന്നതും അത് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി നാട്ടിൽ അസമാധാനം ഉണ്ടാക്കുന്നതും. ഓർക്കണം, ഇന്നലെ കേരളം മുഴുവൻ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തിയവർ ഈ നുണക്കഥ രചിച്ചുകൊണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. കണ്ടുനിന്ന ദൃക്സാക്ഷികൾ പോട്ടെ, വീഡിയോ ദൃശ്യങ്ങൾ നോക്കൂ, എല്ലാ തെളിവുകളും ഇതൊരു നുണക്കഥയാണ്, തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് CPM ഉണ്ടാക്കിയ പുറട്ട് നാടകമാണെന്ന് വ്യക്തമാണ്. എന്നിട്ടും ഇവർ ഇത്രയധികം അഭിനയിച്ച് മുമ്പോട്ട് പോകുന്നെങ്കിൽ എന്തായിരുന്നിരിക്കണം ഇതൊന്നുമില്ലാത്ത കാലത്ത് സംഭവിച്ചത്? നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. ഇങ്ങനെ എനിക്ക് തോന്നാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, വിനോദ് മാത്യു വിൽസൺ എന്ന ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ചില ചോദ്യമുണ്ട്. അദ്ദേഹം വളരെ വികാരഭരിതനായി ചോദിക്കുന്നു, CPIM എന്ന ഈ രാഷ്ട്രീയ പാർട്ടി എന്തൊരു നെറുകേടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നെറുകേടിനോട് പ്രതികരിക്കാതിരിക്കാൻ കഴിയുമോ? എല്ലാവരുടെയും മുമ്പിൽ ഇത് കണ്ടിട്ടും ഇങ്ങനെയാണ് ഇവർ അഭിനയിക്കുന്നതെങ്കിൽ ആരും കാണാത്ത കാലത്ത് ഇവർ എന്തൊക്കെ വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ടാവാം? ഒരു യാത്രയിലാണ്, വൃത്തികെട്ട രാഷ്ട്രീയക്കാരുമാണ്, പറയണ്ട എന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്ര മാത്രം നമ്മളെ പ്രൊവോക്ക് ചെയ്യാണ്, പറയിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ കണ്ണുകളെക്കാളും കൂടുതൽ സൂക്ഷ്മമായി കാര്യങ്ങൾ കാണുകയും അത് ഒപ്പിയെടുക്കുകയും നമ്മുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യുന്ന ആധുനിക മാധ്യമങ്ങളുടെ അതിപ്രസരമുള്ള ഈ കാലത്ത് എല്ലാ മനുഷ്യനും അവന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോണും ക്യാമറയുമായി സ്വയം മാധ്യമമായി നടക്കുന്ന ഈ ആധുനിക കാലത്ത് ഇങ്ങനെയാണ് കള്ളം പറഞ്ഞ് ഇവർ ആൾക്കാരെ തമ്മിൽ തല്ലിക്കുന്നതെങ്കിൽ, ഇങ്ങനെ കള്ളം പറഞ്ഞാണ് ഇവർ കലാപത്തിന് ആഹ്വാനം കൊടുക്കുന്നതെങ്കിൽ, ഇങ്ങനെ കള്ളം പറഞ്ഞാണ് നാട്ടിൽ അക്രമം നടത്താൻ അണികളെ പ്രചോദിപ്പിക്കുന്നതെങ്കിൽ, ഒരു ഇരുണ്ട കാലത്ത് ഈ മാധ്യമങ്ങളും വിഷ്വൽസും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇവർ ചെയ്തതൊക്കെ എന്തുമായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുമാത്രം അരാജകത്വം ഇവർ സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനെ കള്ളം പറഞ്ഞായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞ വീണ ജോർജ് മന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രതിപക്ഷ പാർട്ടിയുടെ ചെറുപ്പക്കാർക്ക് ഈ കരിങ്കൊടി കാണിക്കാൻ അവകാശമുണ്ട്, അവർ കാണിക്കും, തിരിച്ചിവരും കാണിക്കാറുണ്ട്. പക്ഷേ അയാൾ അവിടെ ആ വഴിക്ക് പോലും ചെല്ലുന്നില്ല, പോലീസ് മുമ്പ് തടയുന്നുണ്ട്. മന്ത്രി അങ്ങോട്ടാണ് ചെന്ന് ബഹളം. അങ്ങനെയാണ് നിലവിലുള്ള വിഷ്വൽസ്. അതല്ല, കഴുത്തിന് കുത്തിപ്പിടിച്ച് വിഷ്വൽസ് ഉണ്ടെങ്കിൽ പുറത്തുവിടണം, അല്ലെങ്കിൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് വിഷ്വൽസിന്റെ പുറത്തുവിടണം. നിലവിലുള്ള വിഷ്വൽസ് പ്രകാരം അങ്ങനെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കാതെ ഇങ്ങനെ കള്ളം പറഞ്ഞ് കേരളത്തിൽ അക്രമം നടത്താൻ അണികളെ പ്രചോദിപ്പിക്കുക, പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്തൊരു കഷ്ടമാണ്, ഉളുപ്പില്ലായ്മയാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയത്തെ ജനങ്ങൾ വെറുക്കുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഉളുപ്പില്ലായ്മ കൊണ്ടിട്ട് തന്നെയാണ്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു സുപ്രധാനമായ പോസ്റ്റ് ഉണ്ട്. സംസ്ഥാന സർക്കാരിലെ ഏറ്റവും പ്രഗത്ഭരായ IAS ഒരാൾ പ്രശാന്ത്, അദ്ദേഹത്തെ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതുകൊണ്ട് സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുക. 1 വർഷത്തിലധികമായി നിയമവിരുദ്ധമായി പുറത്തു നിർത്തിയിരിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് കുറ്റകൃത്യം. പിരിച്ചുവിടാൻ കഴിയില്ല, കാരണം IAS കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. പ്രശാന്ത് സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ആരാണെന്ന് നോക്കാതെ. പ്രശാന്ത് പറയുന്ന ഒരു വിഷയമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഈ വിഷയത്തെക്കുറിച്ച് നേരിട്ട് പറയുന്നില്ല, വീണ ജോർജിൻ്റെ പേര് പറയുന്നില്ല. പ്രശാന്ത് ബുദ്ധിപരമായാണ് ഇത്തരം പോസ്റ്റ് ഇടുന്നത്. എന്നാൽ പ്രശാന്ത് വളരെ വ്യക്തതയോടെ, കൃത്യതയോടെ ഒരു കാര്യം ഉയർത്തിക്കാട്ടുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാർ സത്യസന്ധരാവണം. രാഷ്ട്രീയക്കാർ നുണ പറയുകയും ആ നുണ സ്ഥാപിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും നുണക്കഥകൾ രചിക്കുകയും ചെയ്താൽ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഈ വിഷയത്തിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടത് ആ പോയിന്റ് തന്നെയാണ്. നമ്മുടെ മുമ്പിൽ കണ്ട ഒരു സത്യത്തെ വളച്ചൊടിച്ച് അങ്ങനെ അല്ലാതാക്കി തീർക്കാൻ ഒരു ഭരണകൂടം, അതിനെ പിന്തുണയ്ക്കുന്ന പോലീസ്, ആരോഗ്യ വ്യവസ്ഥ, മന്ത്രിമാരെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറ എങ്ങനെ സത്യസന്ധരായി മാറും? നുണ പറഞ്ഞാൽ മാത്രമേ ഈ ലോകത്ത് നിലനിൽക്കാൻ കഴിയൂ, നുണ പറഞ്ഞാൽ മാത്രമേ മന്ത്രിയാവാൻ കഴിയൂ, നുണ പറഞ്ഞാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയൂ എന്ന തോന്നൽ പുതിയ തലമുറയ്ക്കുണ്ടാക്കുകയല്ലേ ഇത് ചെയ്യുന്നത്? പ്രശാന്തിൻ്റെ പോസ്റ്റിലേക്ക്, രാഷ്ട്രീയ നേതൃത്വമാണ് ഒരു നാടിന് ദിശാബോധം നൽകുന്നത്. അധികാരം അവരിലാണ്. മറ്റേത് മേഖലയെയും അവർക്ക് നിയന്ത്രിച്ച് വരുതിയിലാക്കാം. അങ്ങനെ നോക്കിയാൽ ഒരു സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള പോക്ക് എങ്ങോട്ടാണെന്ന് രാഷ്ട്രീയക്കാർക്കാണ് തീരുമാനിക്കാനാവുക. രാഷ്ട്രസ്നേഹം, കരുണ, ധർമ്മബോധം, സഹിഷ്ണുത, നിഷ്പക്ഷത, സത്യസന്ധത, അറിവ്, കഠിനാധ്വാനം, നിസ്വാർത്ഥ സേവനം, അങ്ങനെ നാം ആഗ്രഹിക്കുന്ന ക്വാളിറ്റികൾ നാം നമ്മുടെ നേതാക്കളിൽ കാണാൻ ആഗ്രഹിക്കും. അവരിൽ ഇവയൊക്കെ ഉണ്ടെങ്കിലേ സമൂഹം ആ ദിശയിലേക്ക് നീങ്ങൂ. മറ്റേത് ക്വാളിറ്റിയും കുറേയൊക്കെ ഫേക്ക് ചെയ്യാം, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയും ആവാം. എന്നാൽ അവരിൽ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് സത്യസന്ധത. കാരണം
അതല്ലെങ്കിൽ അടിത്തറ ഇളകിയ പോലെയാണ്. മറ്റെല്ലാത്തിൻ്റെയും ജെനുവിനിറ്റി സംശയാസ്പദമാവും. എല്ലാം അഭിനയമാണെന്ന് വരും. കള്ളം പറയുന്ന ഒരുവനോട് ചേർന്ന് ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ധൈര്യപ്പെടുമോ? നിരന്തരം കള്ളം പറയുന്ന ഒരാളെ ജീവിത പങ്കാളിയാക്കുമോ? പച്ചക്കള്ളം പറയുന്ന ഒരുവനെ നിങ്ങൾ പണം കടം കൊടുക്കുമോ? വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരുവനെ സ്വന്തം വീടിൻ്റെ താക്കോൽ കൊടുക്കുമോ? പറഞ്ഞു ചതിക്കുന്നവനെ നിങ്ങൾ എന്തെങ്കിലും വിശ്വസിച്ചേൽപ്പിക്കുമോ? അതുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ രാഷ്ട്രീയക്കാർ മറ്റെന്ത് പോക്കൃത്തരം കാണിച്ചാലും അവർ ജനങ്ങളോട് അസത്യം പറഞ്ഞാൽ വെച്ചു പൊറുപ്പിക്കാത്തത്. കാരണം അത് ആ സമൂഹത്തിൻ്റെ തന്നെ നാശത്തിലേക്കുള്ള വഴിയാണ്. അങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കാൻ സാധിക്കാതെ സത്യസന്ധർ കൂട്ടത്തോടെ പലായനം ചെയ്യും. നമ്മുടെ രാഷ്ട്രീയക്കാർ, അത് ഏത് പാർട്ടിക്കാരായാലും മുന്നണിക്കാരായാലും, സത്യസന്ധത കാണിക്കുന്നത് നന്നായിരിക്കും, മറ്റൊന്നുമില്ലെങ്കിലും. നമ്മുടെ കുട്ടികളെല്ലാം കാണുന്നുണ്ട് എന്നും ഓർക്കുക. സമൂഹത്തിലെ ഉന്നതർ ഏത് വിധേയനെയും കള്ളം പറഞ്ഞും ചതിച്ചും വഞ്ചിച്ചും വിജയിക്കണം എന്ന് പഠിപ്പിക്കുന്നെങ്കിൽ നമ്മുടെ യുവതി യുവാക്കൾ അങ്ങനെയാവുന്നതിൽ എന്തത്ഭുതം. വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ സ്വാഭാവികം മാത്രം. ഇതിലൊന്നും ഒരു തെറ്റുമില്ല എന്ന സന്ദേശമാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. നമ്മുടെ നേതാക്കൾ കൊച്ചുകുട്ടികളോടൊപ്പം കളിക്കാൻ ഒരല്പം സമയം കണ്ടെത്തണം. സൗഹൃദങ്ങൾ ഇല്ലാതാക്കാതെ മത്സരിക്കുന്നത് എങ്ങനെയെന്ന് ബാലപാഠങ്ങൾ പഠിക്കണം. കുട്ടികളുടെ വീറും വാശിയും മാത്രമല്ല, അവർ മനോഹരമായി തോൽവി സ്വീകരിക്കുന്നതും പ്രതിയോഗിയുടെ ജയത്തിൽ ഡസ്പാവാത്തതും കാണണം. അവരോടൊപ്പം കളിച്ച് ഗ്രേസ്ഫുള്ളായി തോൽക്കാൻ പഠിക്കണം. കള്ളക്കളി കളിക്കാതിരിക്കാനുള്ള, കള്ളം പറയാതിരിക്കാനുള്ള, പറഞ്ഞാൽ വെച്ചു പൊറുപ്പിക്കാത്ത സ്വന്തം ടീമിലെ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ കാണണം. ഏത് വിധേയനെയും എന്തു കള്ളക്കളി കളിച്ചും ആരെ വകവരുത്തിയും ജയിക്കാൻ നമ്മൾ ഗുണ്ടകളല്ലല്ലോ. നമ്മുടെ കുട്ടികൾ എല്ലാം കാണുന്നുണ്ടെന്ന് ഓർക്കുക. NB പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിക്കുക. 1. ഇത്രയും വായിച്ചിട്ടും കള്ളം പറയുന്നത് നല്ല കാര്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ സ്വാഭാവികമായും വ്യക്തിവിദ്വേഷം മാത്രമേ കമൻ്റായി ഇടൂ. 2. തങ്ങളുടെ നേതാക്കളാണ് കള്ളം പറയുന്നതെന്ന് ഉത്തമ ബോധമുള്ളവർ സ്വന്തം തലയിൽ പൂടയുണ്ടോ എന്ന് തപ്പുന്നത് കാണാം. 3. തലയിൽ പൂടയുണ്ടോ എന്ന തപ്പലിൻ്റെ ഭാഗമായി മറ്റാരെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കും. 4. നമ്മുടെ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വേണമെന്ന് ചിന്തിക്കുന്നവർ വ്യക്തികളെ ചർച്ച ചെയ്യാതെ വിഷയം ചർച്ച ചെയ്ത് കാണാം. എന്നാൽ പ്രശാന്ത് പറഞ്ഞത് പ്രസക്തമായ കാര്യമാണ്. പാശ്ചാത്യ രാജ്യത്തില്ലാത്ത ഒരു പ്രത്യേകതയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പച്ചക്കള്ളം പറഞ്ഞും നുണയടിച്ചേൽപ്പിച്ചും എങ്ങനെയെങ്കിലും ജയിക്കുക എന്നതാണ് ഇവിടുത്തെ ലക്ഷ്യം. പാശ്ചാത്യ രാജ്യത്ത് കള്ളം പറഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. അവർക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും, അതെത്ര ഉന്നതനാണെങ്കിലും. നിയമം ലംഘിക്കാനും അവർക്ക് അനുമതിയില്ല. ഇവിടെയോ എത്ര സുന്ദരമായി പച്ചക്കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു എന്നതാണ് വിജയത്തിൻ്റെ ആധാരം. നോക്കൂ, വീണ ജോർജ് എന്ന മന്ത്രി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അതിമനോഹരമായ ഒരു തിരക്കഥയുണ്ടാക്കി പാവപ്പെട്ട മനുഷ്യർക്ക് കിടക്കേണ്ട ICUയിൽ പോയി കിടക്കുകയാണ്. തലപൊക്കാൻ കഴിയാത്ത തരത്തിൽ അഭിനയമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 8 നിലയിൽ പൊട്ടിപ്പോയി. ദൃക്സാക്ഷികൾ പറഞ്ഞു, CCTV ദൃശ്യങ്ങൾ പറഞ്ഞു, മൊബൈലിൽ പകർത്തിയവർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഇത് നാടകമാണ്. വീണ ജോർജിനെ ആരും ഒന്നും ചെയ്തില്ല. വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ അവർ ഈ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് രംഗത്തിറങ്ങി അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പേരിൽ അക്രമം അഴിച്ചുവിടുന്നു. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ പറയൂ, ഈ വൃത്തികെട്ടവന്മാർ ഇനിയും ഇവിടെ ഭരിക്കണോ? നാട്ടുകാരെ വിശ്വസിക്കാതെ അവരെ പറ്റിച്ച് അവരുടെ മേൽ നുണ വിളമ്പി എല്ലാ വൃത്തികേടുകളും കാണിച്ച് ഈ നാട് കുട്ടിച്ചോറാക്കുന്ന, മുടിപ്പിക്കുന്ന ഇവരുടെ അവസാനത്തെ പുറട്ടു നാടകവും കണ്ടിട്ടും ഇനിയും ഇവർക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട്. ഈ നാട് മുടിഞ്ഞു കാണാൻ ആഗ്രഹമുണ്ട്. ആത്മാഭിമാനവും നാടിനോട് സ്നേഹവും അല്പമെങ്കിലുമുള്ളവർ ഈ വൃത്തികെട്ട ജന്മങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യരുത്. വോട്ട് ചെയ്താൽ അവശേഷിച്ചിരിക്കുന്ന പച്ചപ്പും അവശേഷിച്ചിരിക്കുന്ന സത്യസന്ധതയും ഇവർ ഇല്ലാതാക്കും.